ക്രിസ്തുമസ് അവധിക്ക് സ്കൂളുകൾ അടച്ചതോടെ മലയോര മേഖലയിൽ വിവിധ സ്കൂളുകളിലെ NSS യൂണിറ്റുകളുടെ സപ്തദിന പഠന സേവന ക്യാമ്പുകൾക്ക് തുടക്കമായി. ക്ലാസുകൾ, ചർച്ചകൾ, ബോധവൽക്കരണ പരിപാടികൾ, ശുചീകരണ പ്രവൃത്തികൾ, ജൈവ കാർഷിക പ്രവർത്തനങ്ങൾ എന്നീ പരിപാടികളോടെയാണ് ക്യാമ്പുകൾ പുരോഗമിക്കുന്നത്. ക്രിസ്തുമസ് അവധിക്ക് സ്കൂളുകൾ അടച്ചതോടെ മലയോരത്തെ വിവിധ സ്കൂളുകളിൽ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പഠന സേവന ക്യാമ്പുകളും സജീവമായി. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പുകളാണ് വിവിധ സ്കൂളുകളിലായി നടക്കുന്നത്. REC ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ക്യാമ്പ് ഈസ്റ്റ് മലയമ്മ ഹിൽ വാലി പബ്ലിക് സ്കൂളിലാണ് നടക്കുന്നത്. കണ്ണിമാങ്ങ 2016 എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന മുണ്ടങ്ങാട്ട് നിർവഹിച്ചു. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS ബീന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം മുംതാസ് സമീദ് അധ്യക്ഷനായി. REC ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് ഷാഫി ടി ക്യാമ്പ് അവതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജു സി, ആലിക്കുഞ്ഞ്, നുസ്രത്ത്, സാമി കെ, TP ഹംസ, NP ഹംസ മാസ്റ്റർ, അമീദ് മാസ്റ്റർ, PTA മെമ്പർ അപ്പുട്ടി കെ, SBG കൺവീനർ സുരേഷ് ബാബു, ഹിൽ വാലി പബ്ലിക് സ്കൂൾ ഹെഡ്മിസ്ട്രസ് റിജിഷ, MPTA പ്രസിഡന്റ് ഷീബ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് കൗമാര സംരക്ഷണം എന്ന വിഷയത്തിൽ ആനക്കാമ്പയിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീനിവാസനും റോഡ് സുരക്ഷാ മാർഗ്ഗങ്ങൾ എന്ന വിഷയത്തിൽ കൊടുവള്ളി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുസ്തഫയും ക്ലാസ് എടുത്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഫിസിക്കൽ ഫിറ്റ്നസ്, വിദ്യാർത്ഥികൾക്കിടയിലെ കുറ്റകൃത്യങ്ങൾ, ജീവിത നൈപുണ്യ വികസനം, വാർദ്ധക്യകാല പരിചരണം, ജൈവകൃഷിയും കീടനിയന്ത്രണവും, ജന്തുജന്യ രോഗങ്ങൾ, ജീവൻ സുരക്ഷാ മാർഗ്ഗങ്ങൾ, സിനിമയും ജീവിതവും, അഴിമതിക്കെതിരെ, ക്യാൻസർ രോഗവും പ്രതിരോധവും എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നടക്കും. കൂടാതെ ജൈവ കൃഷി തോട്ട നിർമ്മാണം, യോഗ പരിശീലനം, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം, പരിസര ശുചീകരണം, വിവിധ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിക്കും. REC ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ NSS യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഉറവ എന്ന പേരിലുള്ള സപ്തദിന ക്യാമ്പ് മണാശ്ശേരി ഗവൺമെൻറ് UP സ്കൂളിലാണ് നടക്കുന്നത്. മുക്കം മുനിസിപ്പാലിറ്റി ചെയർമാൻ B കുഞ്ഞൻ മാസ്റ്റർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തച്ചോലത്ത് ഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. NSS പ്രോഗ്രാം ഓഫീസർ കവിത NT ക്യാമ്പ് അവതരണം നടത്തി. REC ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ VP കൃഷ്ണകുമാർ, മുക്കം മുനിസിപ്പാലിറ്റി കൗൺസിലർമാരായ ഗിരിജ, ശ്രീദേവി, KT ശ്രീധരൻ, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം ബിജു സി, GUP സ്കൂൾ PTA പ്രസിഡന്റ് P രാജൻ, GUP സ്കൂൾ ഹെഡ്മാസ്റ്റർ P ഗിരീഷ്, SMC ചെയർമാൻ സുനിൽ കുമാർ, REC ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് അശോകൻ എ, MPTA പ്രസിഡന്റ് ഷീബ P, SMC ചെയർമാൻ ജയൻ, SPG കൺവീനർ സുരേഷ് ബാബു, സ്റ്റാഫ് സെക്രട്ടറി KC റസാഖ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ മുക്കത്തിൻ്റെ കലാസാംസ്കാരിക ചരിത്രത്തിലൂടെ ട്രാഫിക് ബോധവൽക്കരണം, ജീവിത മൂല്യങ്ങൾ, പണരഹിത സമ്പദ് വ്യവസ്ഥ, ജീവിതശൈലി രോഗങ്ങൾ, പ്രകൃതിയും മനുഷ്യനും തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകൾ നടക്കും. കൂടാതെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം, കപ്പഗ്രാമം പദ്ധതി, കരാട്ടെ പരിചയപ്പെടുത്തൽ, ആരോഗ്യ സർവേ, യോഗ, നീരുറവയ്ക്ക് തടം തീർക്കൽ, ജൈവ കൃഷി പരിചയപ്പെടൽ, ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്, ട്രാഫിക് സിഗ്നലുകൾ വൃത്തിയാക്കൽ എന്നിവയും എല്ലാ ദിവസങ്ങളിലും കലാസന്ധ്യയും നടക്കും. മുക്കം MAMO കോളേജ് NSS യൂണിറ്റിൻ്റെ സപ്തദിന ക്യാമ്പിന് മാവൂർ GMUP സ്കൂളിലാണ് തുടക്കമായത്. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ ഹരിദാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. MAMO കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ AP അബ്ദുറഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റസാഖ് വളപ്പിൽ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കവിതാബായി, വാർഡ് മെമ്പർ സുബൈദ കണ്ണാറ, BRC മാവൂർ BPO അജയ്കുമാർ, പ്രോഗ്രാം ഓഫീസർ OM അബ്ദുറഹ്മാൻ, GMUP സ്കൂൾ ഹെഡ് മാസ്റ്റർ മധു മാസ്റ്റർ, സന്ദീപനി സ്കൂൾ മാവൂർ PTA പ്രസിഡന്റ് P ചന്ദ്രൻ, ശ്രീനിവാസൻ മാസ്റ്റർ, രമേശ് ബാബു, ബഷീർ P, MM കോയ, അബ്ദുള്ള മാനൊടികയിൽ, C സുരേഷ് ബാബു, സത്യദാസ് മേച്ചരിക്കുന്ന്, ലുക്മാൻ A തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 7 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ വിവിധ വിഷയങ്ങളിലെ ക്ലാസുകൾ, സർവേകൾ, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം, ഒഴിവാക്കിയ പ്ലാസ്റ്റിക് ബോൾ പെന്നുകൾ സമാഹരിക്കൽ, കുടിവെള്ള ബോധവൽക്കരണം, മാവൂർ പ്രദേശത്തെ പൊതുകിണറുകളുടെ ശുചീകരണം, ഹെൽത്ത് സെൻറ്റർ ശുചീകരണം, പക്ഷി സംരക്ഷണം, പ്രകൃതി സംരക്ഷണ ബോധവൽക്കരണം, ജൈവ കൃഷി എന്നിവയും നടക്കും. ആദ്യ ദിനത്തിൽ മാവൂർ അങ്ങാടിയിൽ ഒഴിവാക്കിയ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിച്ചുകൊണ്ടാണ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് തുടക്കം കുറിച്ചത്. കുറ്റിക്കാട്ടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിൻ്റെ സപ്തദിന സ്പെഷ്യൽ ക്യാമ്പ് മാവൂർ സെൻറ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് നടക്കുന്നത്. മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C മുനീറത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സെൻറ് മേരീസ് സ്കൂൾ മാനേജർ സിസ്റ്റർ ഫിലോമിന മുഖ്യപ്രഭാഷണം നടത്തി. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കുറ്റിക്കാട്ടൂർ PTA പ്രസിഡന്റ് മൂസ മൗലവി അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ CT രാജൻ, മാവൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി വിജയൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ജയശ്രീ ദിവ്യപ്രകാശ്, NSS PAC മെമ്പർ മിനി AP, മാവൂർ സെൻറ് മേരീസ് സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് K സുരേന്ദ്രൻ, സെൻറ് മേരീസ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ടക്സി CX, മദർ PTA പ്രസിഡന്റ് ധന്യ PP, സെൻറ് മേരീസ് സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി പ്രദീപ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ കരവിരുതിൻ്റെ മാസ്മരികത, വ്യക്തിത്വ വികസനം, വയോജനങ്ങളോട് ആദരവോടെ നല്ല ചിന്തകൾ,
തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകൾ നടക്കും. കൂടാതെ ആരോഗ്യത്തിലേക്കൊരു ചുവട് എന്ന സന്ദേശമുയർത്തി കൂട്ടനടത്തം, പ്ലാസ്റ്റിക് മാലിന്യ വിരുദ്ധ ബോധവൽക്കരണം, യോഗാഭ്യാസം, റോഡരികിലെ കാടുവെട്ടൽ, വയോജനങ്ങളോടൊപ്പം തോട് വൃത്തിയാക്കൽ, പ്ലാസ്റ്റിക്കിനെതിരെ മനുഷ്യമതിൽ, അടുക്കളത്തോട്ട നിർമ്മാണം, പറവകളെ തേടി വേസ്റ്റ് പിറ്റ് നിർമ്മാണം, ലഹരി വിരുദ്ധ റാലി എന്നിവയും സംഘടിപ്പിക്കും. കൂടാതെ പത്രപ്രവർത്തകരോടൊപ്പം പത്രപ്രവർത്തനത്തിലെ അനുഭവങ്ങൾ ക്യാമ്പ് അംഗങ്ങൾ പങ്കുവയ്ക്കും. ജനപ്രതിനിധിയോടൊപ്പം എന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ ഹരിദാസ് ക്യാമ്പ് അംഗങ്ങളുമായി സംവദിക്കും. എല്ലാ ദിവസങ്ങളിലും വിവിധ കലാപരിപാടികളും അരങ്ങേറും. മാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിൻ്റെ ക്യാമ്പ് മണക്കാട് ഗവൺമെൻറ് UP സ്കൂളിലാണ് ആരംഭിച്ചത്. സുഹൃതം എന്ന പേരിലുള്ള സപ്തദിന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുനീറത്ത് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിതാബായ് അധ്യക്ഷയായിരുന്നു. കോഴിക്കോട് ജില്ലാ NSS PSC മെമ്പർ AP മിനി മുഖ്യപ്രഭാഷണം നടത്തി. NSS പ്രോഗ്രാം ഓഫീസർ ഇക്രിമത്ത് മൗലാന മുഹമ്മദ് ക്യാമ്പ് വിശദീകരണം നടത്തി. മാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശൈലജാദേവി TM, ഗ്രാമപഞ്ചായത്ത് അംഗം സുധ C, GUPS മണക്കാട് ഹെഡ്മാസ്റ്റർ രാജഗോപാലൻ മാസ്റ്റർ V, R ഭാസ്കരൻ, T ഉമ്മർ മാസ്റ്റർ, S മേഘ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് വിവിധ ദിവസങ്ങളിലായി പ്രഭാത ചിന്തകൾ, വാർത്താമാധ്യമങ്ങളും വാർത്തകളും, വഴിയടയാളങ്ങൾ, കണ്ണീരൊപ്പാൻ കൈകോർക്കുക, നന്മയുടെ വഴികൾ, ആരോഗ്യ സംരക്ഷണം എന്നീ വിഷയങ്ങളിൽ ക്ലാസുകളും ചർച്ചകളും സംഘടിപ്പിക്കും. കൂടാതെ നാടകക്കളരി, റാലി, തെരുവ് നാടകം, ജനപ്രതിനിധിയോടൊപ്പം എന്നീ പരിപാടികളും കലാപരിപാടികളും നടക്കും. ന്യൂസ് ബ്യൂറോ, മുക്കം, മാവൂർ. വിവിധ സ്കൂളുകളുടെ NSS ക്യാമ്പുകളുടെ ഭാഗമായി മാവൂർ അങ്ങാടിയും പരിസര പ്രദേശങ്ങളും ശുചീകരിച്ചു. കുറ്റിക്കാട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാർ പൈപ്പ് ലൈൻ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള കാടുകൾ വെട്ടിത്തെളിയിച്ചപ്പോൾ മണാശ്ശേരി MAMO കോളേജ് NSS വളണ്ടിയർമാർ ശുചീകരണ പ്രവൃത്തികൾ നടത്തിയത് മാവൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്തും മാവൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലുമാണ്. ക്രിസ്തുമസ് അവധിക്ക് സ്കൂളുകൾ അടച്ചതോടെ ആരംഭിച്ച വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ NSS ക്യാമ്പുകളാണ് ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകൾ വൃത്തിയാക്കിയും വിവിധ സ്ഥാപനങ്ങൾ വൃത്തിയാക്കിയും ബോധവൽക്കരണ പ്രവൃത്തികൾ നടത്തിയും മുന്നേറുന്നത്. മാവൂർ സെൻറ് മേരീസ് സ്കൂളിൽ നടക്കുന്ന NSS ക്യാമ്പിൽ കുറ്റിക്കാട്ടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 50ഓളം വരുന്ന NSS വളണ്ടിയർമാരാണ് PHED പനങ്ങോട് പൈപ്പ് ലൈൻ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കാടുകൾ വെട്ടിത്തെളിയിച്ച് ശുചീകരണ പ്രവൃത്തികൾ നടത്തിയത്. NSS വളണ്ടിയർമാർ സന്നദ്ധ സേവനത്തിനിറങ്ങിയതോടെ അവരെ സഹായിക്കാനായി പ്രദേശത്തെ ഫൈറ്റേഴ്സ് ക്ലബ്ബ് അംഗങ്ങളും വാർഡ് മെമ്പറായ വാസന്തി വിജയനും സ്ഥലത്തെത്തി ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. NSS പ്രോഗ്രാം ഓഫീസർ അബ്ദുറഹിമാൻ പള്ളിത്തൊടികയുടെ നേതൃത്വത്തിലാണ് NSS വളണ്ടിയർമാർ ശുചീകരണ പ്രവൃത്തികൾ നടത്തുന്നത്. 2014-15 അധ്യയന വർഷത്തെ NSS ക്യാമ്പിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ സെൻറ് മേരീസ് സ്കൂളിലെത്തിയത്. മാവൂർ സെൻറ് മേരീസ് സ്കൂളിലെത്തിയത് ഞങ്ങൾ GHS കുറ്റിക്കാട്ടൂർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ 50 പേരുണ്ട്. ഇന്ന് ഞങ്ങളുടെ 3ാമത്തെ ദിവസമാണ്. അതിന് ഭാഗമായിട്ട് ഞങ്ങൾ ഈ റോഡിലെ കാടൊക്കെ വെട്ടി വൃത്തിയാക്കി. മാവൂർ GMUP സ്കൂളിൽ ക്യാമ്പ് ചെയ്യുന്ന മണാശ്ശേരി MAMO കോളേജ് NSS യൂണിറ്റ് വളണ്ടിയർമാരും ശുചീകരണ പ്രവൃത്തികളുമായി മാവൂർ അങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. മാവൂർ പോലീസ് സ്റ്റേഷൻ പരിസരവും മാവൂർ കോളിമാട് റോഡിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രവുമാണ് ഇവർ ശുചീകരിച്ചത്. ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ 7 ദിവസം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ മാവൂർ സേവ് മാവൂർ എന്നുള്ളതാണ്. അതായത് ഇവിടുന്ന് ഞങ്ങൾക്ക് കഴിയുന്നിടത്തോളം അത്രയും പറ്റുന്നതിൻ്റെ മാക്സിമത്തിൽ ഞങ്ങൾ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ഉദ്ദേശിക്കുന്നുണ്ട്. ഇവർ ക്യാമ്പിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ മാവൂർ അങ്ങാടിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ഒഴിവാക്കിയ പ്ലാസ്റ്റിക് ബോട്ടിലുകളും മറ്റും ശേഖരിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, മാവൂർ. ശുചീകരണ പ്രവർത്തനങ്ങളും പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ബോധവൽക്കരണങ്ങളുമായി മാവൂരിൽ വിവിധ സ്കൂളുകളുടെ NSS ക്യാമ്പുകൾ സജീവമായി. ഹെൽത്ത് സെൻറ്റർ ശുചീകരണം, പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ബോധവൽക്കരണ സെമിനാർ, പ്ലാസ്റ്റിക്കിനെതിരെ മനുഷ്യമതിൽ, തെരുവ് നാടകം എന്നീ പരിപാടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നത്. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ NSS ക്യാമ്പുകളാണ് മാവൂരിലും പരിസര പ്രദേശങ്ങളിലുമായി പുരോഗമിക്കുന്നത്. മാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS ക്യാമ്പിൻ്റെ ഭാഗമായി ചെറുപ്പ ഹെൽത്ത് സെൻറ്റർ പരിസരം ശുചീകരിക്കുകയും മാലിന്യമുക്തമാക്കുകയും ചെയ്തു. ഡോക്ടർ സുമംഗല ET ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ PP, മുരളീധരൻ P, NSS ജില്ലാ PSC മെമ്പർ AP മിനി, പ്രോഗ്രാം ഓഫീസർ ഇക്രിമത്ത് മൗലാന മുഹമ്മദ്, ഹോസ്പിറ്റൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രഞ്ജിത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വളണ്ടിയർ ലീഡർ ഹൃത്തിക് C, മേഘ S, മുഹമ്മദ് അസ്ലം, സഫ്വാൻ ചെറുവാടി എന്നിവർ ശുചീകരണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിൻ്റെ സപ്തദിന ക്യാമ്പ് നാടോട്ട് നടക്കുകയാണ്. ഇവിടെ മാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയുടെ സപ്തദിന ക്യാമ്പിൻ്റെ ഭാഗമായി ഹെൽത്ത് സെൻറ്റർ പരിസരം വൃത്തിയാക്കി സ്വച്ഛ ഭാരതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗയോഗ്യമാക്കുന്ന ഒരു പ്രവർത്തനത്തിലാണ് ഇവിടുത്തെ 50 വോളണ്ടിയർമാരും നാട്ടുകാരുമൊക്കെ ചേർന്ന് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ചെറുപ്പാങ്ങാടിയിൽ പ്ലാസ്റ്റിക്കിനെതിരെ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചിരുന്നു. സെമിനാർ
പരിസ്ഥിതി പ്രവർത്തകനായ ഹമീദ് അലി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം യു എ ഗഫൂർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. PSC മെമ്പർ മിനി AP, NSS പ്രോഗ്രാം ഓഫീസർ ഇക്രിമത്ത് മൗലാന മുഹമ്മദ്, മജീദ് ചെറുപ്പ, അമൽനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച തെരുവ് നാടകവും അരങ്ങേറി. സെമിനാറിനോടനുബന്ധിച്ച് പ്രദേശത്തുള്ളവർക്കായി തുണിസഞ്ചി വിതരണവും നടന്നിരുന്നു. കുറ്റിക്കാട്ടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS ക്യാമ്പിനോടനുബന്ധിച്ച് മാവൂരിൽ വിവിധ മാധ്യമ പ്രവർത്തകർ NSS വളണ്ടിയർമാരുമായി പത്രപ്രവർത്തനത്തിലെ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. തുടർന്ന് NSS വളണ്ടിയർമാർ പ്ലാസ്റ്റിക്കിനെതിരെ മാവൂർ അങ്ങാടിയിൽ മനുഷ്യ മതിൽ തീർത്തു. മാവൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ T ശശിധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ജയശ്രീ ദിവ്യപ്രകാശ്, കുറ്റിക്കാട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ CT രാജൻ, അബ്ദുള്ള മാസ്റ്റർ, NSS പ്രോഗ്രാം ഓഫീസർ P അബ്ദുറഹ്മാൻ, വിവിധ പത്രപ്രതിനിധികൾ, NSS സ്റ്റേറ്റ് കോർഡിനേറ്റർ സുബൈർ കുട്ടി, PSC മെമ്പർ മിനി AP, ഹെൽത്ത് ഇൻസ്പെക്ടർ P ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ. മാവൂരിൽ നടക്കുന്ന മണാശ്ശേരി MAMO കോളേജ് NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി അരയങ്കോട് പുത്തൻകുളം വരെയുള്ള തോട് ശുചീകരിച്ചു. മുൻകാലങ്ങളിൽ ഏറെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഈ തോട് ഇപ്പോൾ നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ്. NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ തോട്ടിലെ തടസ്സങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്ത് ശുചീകരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി മാവൂർ അങ്ങാടിയും സബ് സെന്റർ പരിസരവും ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ശുചീകരിച്ചിരുന്നു. NSS പ്രോഗ്രാം ഓഫീസർമാരായ A ലുക്മാൻ, OM അബ്ദുറഹിമാൻ, മുഹമ്മദ് അനീസ്, ജാഫർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി.